നിങ്ങൾക്കറിയാലോ, വിളിച്ചാൽ വിളിപ്പുറത്ത് ഓടിയെത്തുന്ന നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമാണ് ഹൈബി. ആ ഹൈബിയെ എത്രമാത്രം ദുഷ്പ്രചരണങ്ങൾ നടത്തി ഹൈബിയെ മോശക്കാരനാക്കാൻ ശ്രമിച്ചു. എൻ്റെ ഉണ്ട്, എൻ്റെ പോട്ടെ, എനിക്കത് ശീലമാണ്. അത് ഞാൻ വിട്ടു ഹൈബിയെ. ഞാൻ പറയാണ്, നമ്മളെല്ലാം, ഞാൻ ഹൈബിയെ സാക്ഷി നിർത്തി പറയാണ്, ഒരാളും അതിനുവേണ്ടി വരണ്ട. ഇത് ഞങ്ങളുടെ അനിയനാണ്, ഞങ്ങളുടെ മകനാണ്. ഹൈബിയെ ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തും. കാരണം ജനങ്ങളുടെ ഹൃദയത്തിലാണ് ഹൈബി ജീവിക്കുന്നത്. വെറുതെ അല്ല എഴുതി വെച്ചത് തെരഞ്ഞെടുപ്പ് കാലത്ത്. ഹൃദയത്തിൽ ഹൈബി ഈഡൻ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഹൈബി ഈഡൻ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അതിന് വേറെ അർത്ഥമില്ല. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ദുഷ്പ്രചരണം നടത്തി നമുക്ക് എന്റെ കൊലം കത്തിക്കാൻ പാടില്ല. എന്ത് രസം! എനിക്കറിയാം, ഭയങ്കര ഇഷ്ടമാണ് കൊലം കത്തിച്ചു. ഹൈബിയുടെ വേറെ ആരും കിട്ടിയില്ല. വെറുതെ ഇതാണ് വിദ്വേഷം ഉണ്ടാക്കുകയാണ്, വെറുപ്പുണ്ടാക്കുക. അതിന് നമ്മൾ കുടപിടിച്ച് നിൽക്കില്ല. ഇത് ഞാൻ ബെന്നിയോടും സെബാസ്റ്റ്യനോടും ഒക്കെ പ്രത്യേകമായിട്ടുള്ള നന്ദി പറയാണ്. ഞങ്ങളുണ്ട് കൂടെ. അറിയാം, ഇവര് തിരുവനന്തപുരത്തൊക്കെ വരുമ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാം, മിണ്ടൂല എന്താണ് നേരത്തെ. കാരണം അവരിവിടുത്തെ MLA കൊണ്ട് കൂടി പറഞ്ഞ് സർക്കാരിൽ ഇടപെട്ട് സാധാരണഗതിയിൽ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിരുന്നത്, അല്ലേ? അവർ വന്നിരുന്നത്. അപ്പൊ നമ്മൾ കണ്ടാ ചോദിക്കുക, എന്ത് ഇല്ല എന്ന് പറയും. അവര് വിചാരിച്ചില്ല ഇതുപോലെ ആവുമെന്ന്. കാണണ്ടെന്നാ പറഞ്ഞേ. കണ്ടു കഴിഞ്ഞപ്പോ എങ്ങനെയായിരുന്നു അവരോട് ചോദിച്ചു നോക്ക്. ഞങ്ങളെ കാണാമെന്ന് കഴിഞ്ഞപ്പോ ഞങ്ങൾ എന്തെല്ലാമാണ്, എത്ര ഉത്തരവാദിത്തത്തോടു കൂടിയാണ്. തിരുവനന്തപുരത്ത് അസംബ്ലിയിൽ എൻ്റെ മുറിയിലല്ലേ വന്നപ്പോ കൊണ്ടുപോയി ഞങ്ങൾ എത്ര ഉത്തരവാദിത്തത്തോടു കൂടിയും എത്ര ഗൗരവത്തോടു കൂടിയാണ് നിങ്ങളുടെ വിഷയം കൈകാര്യം ചെയ്തതെന്ന് നിങ്ങളുടെ ചെയർമാനോടും കൺവീനറോടും നിങ്ങൾ ചോദിച്ചു. കൂടെ ഉണ്ട് ആണ് വാക്ക്. ഒന്നും കൂടി പറയാൻ വന്ന. പിന്നെ കുറേ ദിവസം ഞങ്ങൾ പാലക്കാടും വയനാടും മറ്റേ ചേലക്കരയ്ക്ക് ഇലക്ഷനൊക്കെ ആയിരുന്നു. അപ്പോൾ അവരാരും കണ്ടില്ല. ഇനി അവർ പറയുമ്പോൾ പറയണം, അവരാണ് ഇവിടെ ആദ്യം വന്നത്. സമരം തുടങ്ങുന്നതിന് മുമ്പ് അവരാണ് ആദ്യം പിന്തുണയുമായി വന്നത്. അത് ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവരെ ഓർമ്മിപ്പിക്കാൻ കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളെല്ലാവരും നിങ്ങളെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. ഈ സമരം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യും. എന്നുവെച്ചാൽ ഇതിന് വേറെ രീതിയിലേക്ക് ഇതിനെ വ്യാപകമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി നിങ്ങൾ പോകും. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഈ രാജ്യം മുഴുവൻ അറിയാൻ ഉള്ള കാര്യങ്ങൾ കൂടി ഞങ്ങൾ ചെയ്യും. ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ, ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ, അല്ലേ? എറണാകുളം ജില്ലയിലെ 89 MLA-മാരാണ് വന്നേക്കുന്നത്. നിങ്ങളുടെ കൂടെയാണ്, മനസ്സിലായേ? എല്ലാവരും കൂടി ഒരുമിച്ച് വന്നിരിക്കുകയാണ്, കൂടെയാണ്. ബെന്നി ബെഹനാൻ അദ്ദേഹം പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയിരിക്കുക. ഹൈബി പാർലമെന്റ് സമ്മേളനം ഇന്നത്തെ റദ്ദാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്, മനസ്സിലായേ? ഞങ്ങളെല്ലാവരും ഉണ്ട്, എല്ലാവരും കൂടി. എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. തീർച്ചയായിട്ടും ഒറ്റ കാര്യം മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞുള്ളൂ. അത് ശ്രദ്ധാലുക്കളായി നിങ്ങളെ ഉപയോഗപ്പെടുത്തി നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ആരെയും സമ്മതിക്കും. അത് മാത്രം കൂടെ ഉണ്ടാവും, കൂടെ.